ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്ക സന്ദർശിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ബഹുമാനാർത്ഥം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരുന്നൊരുക്കിയത് വലിയ വാർത്താ പ്രാധാന്യം നേടി. 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ 14-ന് വാഷിംഗ്ടണിൽ നടന്ന സെറിമോണിയൽ പരേഡിൽ പങ്കെടുക്കാൻ അസീം മുനീറിനെ അമേരിക്ക ക്ഷണിച്ചതായിട്ടാണ് വാർത്തകൾ വന്നത്. എന്നാൽ അമേരിക്ക തന്നെ ഈ വാർത്ത നിഷേധിച്ചു. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഹൽഗാം കൂട്ടക്കൊലയുടെ സൂത്രധാരകനെ ക്ഷണിച്ചതും ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം വിരുന്നൊരുക്കിയതും നിരവധി സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാന്റെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് അമേരിക്ക ഗൗരവമായി ആലോചിക്കുന്നു എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പക്ഷത്തു നിന്നും പാകിസ്ഥാനെ അമേരിക്കയുടെ പക്ഷത്തേക്ക് ചാടിക്കാനുള്ള ഗൂഢനീക്കമായിട്ടാണ് ഫീൽഡ് മാർഷൽ അസീം മുനീറിന് നൽകിയ സ്വീകരണത്തെ പലരും കാണുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു. ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികളും ഇറാൻ വിദേശകാര്യമന്ത്രിയുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ഇതുവരെ യൂറോപ്യൻ യൂണിയൻ ഇറാനെ തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. യുദ്ധം തുടരുന്നതിനാൽ അമേരിക്കയുമായി ചർച്ചകൾക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നാണ് മധ്യസ്ഥർ ഇറാനോട് ആവശ്യപ്പെട്ടത്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ആവശ്യമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കണം എന്ന് ഇറാനും ആവശ്യപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അതുടനെ ഉണ്ടാവില്ലെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും എന്ന സൂചനയും ഇരു നേതാക്കളും നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ കാര്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അടുത്ത വർഷം സമാധാനത്തിനു നൽകുന്ന നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൽകണമെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിനാണ് നോബൽ സമ്മാനത്തിന് ട്രംപിനെ പാകിസ്ഥാൻ ശുപാർശ ചെയ്തത്. തൻ്റെ ഇടപെടലിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒഴിവായത് എന്ന് പലകുറി ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ആരുടെയും മധ്യസ്ഥത അവകാശപ്പെട്ടിട്ടില്ല എന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സിന്ദൂർ ഓപ്പറേഷൻ നിർത്തിവെച്ചതെന്ന് ഇന്ത്യയും പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയപ്പോൾ ഇക്കാര്യം ട്രംപിനോട് മോഡി നേരിട്ട് പറയുകയും ചെയ്തു. ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ബഹുമാനാർത്ഥം നടത്തിയ വിരുന്നിൽ നടത്തിയ പ്രസംഗത്തിൽ യുദ്ധം അവസാനിപ്പിച്ചതിന് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഭരണകർത്താക്കളെ അഭിനന്ദിച്ചു എങ്കിലും തൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു സൂചന പോലും നൽകാതെ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിക്കുന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ഫോർഡോ, നതാൻസ്, ഇസ്ഫാഹൻ തുടങ്ങിയ
3 ആണവ നിലയങ്ങളെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഈ ആണവ നിലയങ്ങളെ തകർത്തതായിട്ടാണ് ട്രംപിന്റെ അവകാശവാദം. ആക്രമിക്കപ്പെട്ട പ്രദേശങ്ങൾക്ക് ചുറ്റും ജനവാസമില്ലാത്തതിനാൽ ഒട്ടും തന്നെ ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചു. ഇസ്രായേലിലെ ജനവാസ മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ദോഹയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇറാൻ ആക്രമിച്ചു. ഇറാൻ അയച്ച 19 മിസൈലുകളിൽ 18 എണ്ണത്തെയും പ്രതിരോധിച്ചു എന്നും ഒരെണ്ണം കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയില്ല എന്നുമാണ് ദോഹയുടെ അവകാശവാദം. അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടുകയും ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാൻ തങ്ങളെ ആക്രമിച്ചുവെന്നും തിരിച്ചടിക്കും എന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ 3-ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം അവസാനിച്ചു. റഷ്യയും ചൈനയും അമേരിക്കയുടെ ആക്രമണത്തെ അപലപിക്കുകയും ഇറാൻ തിരിച്ചടിച്ചതിനെ ന്യായീകരിക്കുകയും ചെയ്തു. ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കരുത് എന്ന നിലപാട് സ്വീകരിക്കുകയും അമേരിക്കയുടെ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സഖ്യകക്ഷികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും സ്വീകരിച്ചത്. ഇസ്രായേലിനോടും ഇറാനോടും പലതരത്തിലുള്ള ബന്ധങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. തന്മൂലം 2 രാജ്യങ്ങളെയും പിണക്കാതെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആണവോർജം വികസിപ്പിച്ചെടുക്കാൻ ഇറാനെ അനുവദിക്കുക എന്നതാണ് യുദ്ധം അവസാനിപ്പിക്കുവാൻ പലരും നിർദ്ദേശിക്കുന്ന പോംവഴി. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഭക്ഷണാവശ്യത്തിന് പട്ടികളെ കൊല്ലുന്നതും പട്ടിയിറച്ചി വിൽക്കുന്നതും ദക്ഷിണ കൊറിയ നിരോധിച്ചു. പട്ടിയിറച്ചി ഭക്ഷിക്കുന്നവരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 4%-ലും താഴെയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ നിരോധനം സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഭക്ഷണാവശ്യങ്ങൾക്കായി പട്ടികളെ വളർത്തുകയും വിൽക്കുകയും ചെയ്ത് ഉപജീവനം നടത്തുന്നവർ തൊഴിൽ രഹിതരായി. അവരുടെ വളർത്തുശാലകളിൽ അവശേഷിക്കുന്ന നായ്ക്കളെ എന്തു ചെയ്യും എന്നതിന് ആർക്കും ഉത്തരമില്ല. മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് പോലും കൃഷിപ്പാടങ്ങളിൽ അവശേഷിക്കുന്ന നായ്ക്കളെ കൊന്നുകളയണം എന്ന നിർദ്ദേശത്തെ എതിർക്കാൻ കഴിയുന്നില്ല. പശു, പന്നി, പോത്ത് തുടങ്ങിയവയെ കൊല്ലുന്നത് ശരിയാണെങ്കിൽ പട്ടിയെ കൊല്ലുന്നത് എങ്ങനെ തെറ്റാകും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനും കഴിയുന്നില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം വളരെ ഗൗരവത്തോടെയാണ് ഉത്തര കൊറിയ കാണുന്നത്. ആണവോർജ ഉൽപാദന രംഗത്ത് ഇറാനേക്കാൾ പുരോഗതി കൈവരിച്ച ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ആണവായുധങ്ങളും അത് അമേരിക്കയെ പോലെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് തൊടുത്തുവിടാനുള്ള സംവിധാനങ്ങളും ഈ രാജ്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇതുവരെ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഇറാനെ ആക്രമിച്ചതുപോലെ തങ്ങളെയും അമേരിക്ക ആക്രമിക്കും എന്നാണ് ഉത്തര കൊറിയയുടെ വിലയിരുത്തൽ. ഇതിനെ പ്രതിരോധിക്കാനായി റഷ്യയുടെ സഹായം തേടുന്നതോടൊപ്പം ആണവ ശക്തിയായി മാറാൻ ഉത്തര കൊറിയ ശ്രമിക്കും എന്നാണ്
പൊതുവെയുള്ള വിലയിരുത്തൽ. ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയെ പരസ്യമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഡ്രോണുകൾ മാത്രമല്ല, കൊറിയൻ സൈനികരെയും റഷ്യ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യ ഉത്തര കൊറിയൻ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ഇറാനിലെ അമേരിക്കയുടെ ഇടപെടൽ വഴിയൊരുക്കും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന ഗവർണർ പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങ് വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടു. എതിർപ്പിനെ അവഗണിച്ച് പോലീസിന്റെ സഹായത്തോടെ സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ഗവർണർ മടങ്ങിപ്പോവുകയും ചെയ്തു. തൻ്റെ പ്രസംഗത്തിൽ സംസ്ഥാന ഗവർണർ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ചർച്ചകളിലൂടെ ഈ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ രീതി. ഭാരതാംബയുടെ ചിത്രത്തെ ചുറ്റിപ്പറ്റിയാണ് വിവാദം. ഈ വിവാദത്തിൽ ആരാണ് ശരി? ഇതുവഴി ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? ഇത് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്. എന്നാൽ പ്രതിഷേധം പ്രകടിപ്പിക്കാനായി മറ്റുള്ളവരുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നത് അന്യായമാണ്. സംസ്ഥാന ഗവർണറെ പോലെയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേർന്നതല്ല. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ തുടങ്ങി 10 രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഉച്ചകോടി സമ്മേളനത്തിൽ പങ്കെടുത്തു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി റഷ്യയും ചൈനയും ചേർന്നാണ് 2001 ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ത്യയും പാകിസ്ഥാനും ഈ സംഘടനയിൽ അംഗങ്ങളായത് 2017 ചൈനയിലെ കിങ്ഡാങ് നഗരത്തിൽ നടന്ന വാർഷിക ഉച്ചകോടി സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രതിനിധി. പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ തീവ്രവാദി സംഘത്തെ സിംഗ് നിശ്ചിതമായി വിമർശിക്കുകയും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവസാനം തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയില്ല. പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഈ വിവേചനത്തോടുള്ള പ്രതിഷേധം നമ്മുടെ പ്രതിരോധ മന്ത്രി രേഖപ്പെടുത്തിയത്. യൂറോപ്പിൽ നിന്നുള്ള 30 രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള കാനഡയും USA-യുമാണ് നാറ്റോയിലെ അംഗങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ 32 രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരും യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുത്തു. 1949 നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത്. റഷ്യക്കെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യം. തുടക്കം മുതൽ നാറ്റോയുടെ ചെലവിൻ്റെ 65% അമേരിക്കയാണ് നൽകുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളും കാനഡയും ദേശീയ വരുമാനത്തിൻ്റെ 2% നൽകുന്നത്. ഇത് 5% വർദ്ധിപ്പിക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതോടൊപ്പം ആർട്ടിക്കിൾ 5 കുറിച്ചും ചർച്ചകൾ ഉണ്ടായി. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ നാറ്റോയെ ആക്രമിച്ചതായി കണക്കാക്കണം എന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയും ഈ ഉച്ചകോടിയിൽ ഉണ്ടായില്ല. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.